ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിലേഷൻ അവിടെ തന്നിരിക്കുന്നു. R is equal to set of all ordered pair xy such that x, y belongs to z and x plus y is even. അപ്പോൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിലാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇതൊക്കെയാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് എക്സ് വൈയോട് റിലേറ്റഡ് ആകണമെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താകണം? ഈവൻ ആകണം. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ശരിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ നമുക്കറിയാം ഏത് എലമെൻ്റ് എടുത്താലും ദാറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ എക്സ് എക്സിനോട് റിലേറ്റഡ് ആകണം. എക്സ് വൈയോട് റിലേറ്റഡ് ആകണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഈവൻ ആകണം. അപ്പോൾ എക്സ് എക്സിനോട് റിലേറ്റഡ് ആകണമെങ്കിലോ എക്സ് പ്ലസ് എക്സ് ഈവൻ നമ്പർ ആകണം. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണല്ലോ. എക്സ് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ 2x എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 2ൻ്റെ മൾട്ടിപ്പിളാണ്. അത് ഈവൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എക്സിനോട് തന്നെ റിലേറ്റഡ് ആണ് ഫോർ എവരി എക്സ്. ശരിയാണല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫങ്ഷൻ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്. സോ ആർ ഈസ് റിഫ്ലക്സീവ് എന്നല്ലേ പറയാൻ പറ്റുക? ആർ ഈസ് റിഫ്ലക്സീവ്. അപ്പോൾ റിഫ്ലക്സീവ് റിലേഷനാണ്. ഇനി നമുക്ക് സിമെട്രി നോക്കാം. നമ്മുടെ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എക്സ് വൈയോട് റിലേറ്റഡ് ആണെന്ന് വിചാരിക്കാം. എക്സ് വൈയോട് റിലേറ്റഡ് ആണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈവൻ ആണ് എന്നല്ലേ അതിൻ്റെ മീനിങ്. എക്സ് പ്ലസ് വൈ ഈവൻ ആണെങ്കിൽ തിരിച്ച് വൈ പ്ലസ് എക്സും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. കാരണം അഡിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആണല്ലോ നമ്മുടെ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ പ്ലസ് എക്സ് ഈവൻ ആണ്. വൈ പ്ലസ് എക്സ് ഈവൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വൈ റിലേറ്റഡ് ടു എക്സ് എന്ന് പറയാമല്ലോ. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്നെടുത്താൽ തിരിച്ച് വൈ റിലേറ്റഡ് ടു എക്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കുമാണ്. അപ്പോൾ ആർ ഈസ് സിമെട്രിക്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ മൂന്നാമത് ട്രാൻസിറ്റീവ് ആണോ എന്നറിയണം. ട്രാൻസിറ്റീവ് ആണോ എന്നറിയാനായിട്ട് ഞാൻ എക്സ് വൈയോട് റിലേറ്റഡ് ആണെന്നും അതോടൊപ്പം തന്നെ വൈ മറ്റൊരു ഇസഡിനോട് റിലേറ്റഡ് ആണെന്നും എടുക്കുന്നു. എക്സ് വൈയോട് റിലേറ്റഡ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഈവൻ എന്നല്ലേ വരേണ്ടത്. അതുപോലെ തന്നെ വൈ ഇസഡിനോട് റിലേറ്റഡ് ആണെങ്കിൽ വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരണം? ഈവൻ എന്ന് വരണം. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയേണ്ടത് എക്സ് ഇസഡിനോട് റിലേറ്റഡ് ആണോ അഥവാ എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണോ? ഇതല്ലേ അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടേ സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അത് ഈവനുമാകാം ഓടുമാകാം. ശരിയാണല്ലോ? സപ്പോസ് എക്സ് ഒരു ഈവൻ നമ്പർ ആയിരുന്നു എന്ന് വിചാരിച്ചു. എക്സ് ഈവൻ നമ്പർ ആണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ ഈവൻ ആയതുകൊണ്ട് തന്നെ വൈയും എന്തായേ പറ്റുള്ളൂ? ഈവനായേ പറ്റുള്ളൂ അല്ലേ? കാരണം ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ആൻസർ ഓഡായി പോകും. പക്ഷേ എക്സ് പ്ലസ് വൈ ഈവൻ ആയിട്ടുണ്ടെന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ് ഈവൻ ആണെങ്കിൽ വൈയും ഈവനായേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വൈ പ്ലസ് ഇസഡും ഈവൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നു. വൈ ഈവൻ ആയതുകൊണ്ട് ഇസഡും എന്തായേ പറ്റുള്ളൂ? ഈവനായേ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എക്സ് ഈവൻ ആയിട്ട് എടുത്താൽ ഫൈനലി ഇസഡ് ഈവൻ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ പ്ലസ് ഈവൻ നമ്പറാണ്, എഗെയിൻ അൺഈവൻ നമ്പർ. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ എക്സ് റിലേറ്റഡ് ടു ഇസഡ് എന്ന് എനിക്ക് പറയാമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും എക്സ് റിലേറ്റഡ് ടു ഇസഡ് എന്ന് വരും. ഇനി അതല്ല എക്സ് ഒരു ഓഡ് നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. എക്സ് ഒരു ഓഡ് നമ്പർ ആണ്. എക്സ് ഓഡ് നമ്പർ ആണെങ്കിൽ എക്സും വൈയും കൂടെ ആഡ് ചെയ്തപ്പോൾ ഈവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈയും എന്ത് തന്നെയാകണം? ഒരു ഓഡ് നമ്പർ തന്നെയാകണം അല്ലേ? ഓടും ഈവനും കൂടെ ആഡ് ചെയ്താൽ ഓടായി പോകും. ഓടും കൂടെ ആഡ് ചെയ്താലേ ഈവൻ വരുള്ളൂ അല്ലേ? വൈ ഓടാണെങ്കിൽ വൈ പ്ലസ് ഇസഡ് ഈവൻ വന്നതുകൊണ്ട് ഇസഡും ഓടാകാനല്ല പറ്റുള്ളൂ. അപ്പോൾ ഇസഡ് ഒരു ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡ് ഓഡ് നമ്പർ ആണെങ്കിൽ എക്സ് ഓടാണ്, അതുപോലെ ഇപ്പോൾ ഇസഡും ഓടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് ഇസഡും എന്താണ്? ഓഡ് നമ്പറാണ്. കണ്ടോ? ഈവൻ നമ്പറാണ്. ഓടും കൂടെ ആഡ് ചെയ്താൽ ഈവൻ നമ്പറാണ്. എക്സ് പ്ലസ് ഇസഡ് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ എക്സ് റിലേറ്റഡ് ടു ഇസഡ് ആണല്ലോ. അപ്പോൾ രണ്ട് കേസിലും എക്സ് റിലേറ്റഡ് ടു ഇസഡ് എന്ന് വരുന്നു.
അപ്പോൾ എക്സ് വൈയോട് റിലേറ്റഡ് ആണ്, വൈ ഒരു ഇസഡിനോട് റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു ഇസഡ് എന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആറ് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും കൂടി വരുന്ന റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇക്വലൻസ് റിലേഷൻ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആർ ഒരു ഇക്വലൻസ് റിലേഷനാണ്. ഓപ്ഷൻ 3 ആണ് അപ്പോൾ ശരിയായിട്ട് വരുന്നത്.